രാവിലെ തന്നെ 6 മണിക്ക് കഷ്ടപ്പെട്ട് എണീറ്റ് കഴിഞ്ഞ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ഇനി അടുക്കളയിലേക്ക് കയറാനുള്ള പുറപ്പാടിലാട്ടോ. ആരും എണീറ്റില്ല, ആര്യക്കുട്ടനൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഒരു 7 ആവുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഞാൻ ദോശയും കടലക്കറിയും ഉണ്ടാക്കുക ഓർത്ത് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ച വെള്ളക്കടല ഉണ്ടായിരുന്നു, വേവിക്കാൻ വയ്ക്കാമേ. അപ്പോൾ കുറച്ച് ഉപ്പും ഇട്ട് വേവിക്കും. അപ്പം അതുപോലെ നമ്മളൊരു 1/4 വെള്ളം ഒഴിച്ചാൽ മതി, കുറച്ച് മാത്രമേ ഞാൻ കടല ഇടുന്നുള്ളൂ. അപ്പോൾ അത്ര മാത്രം വേവിക്കാം. കടല വേവുന്ന സമയത്ത് ഞാൻ സവാളയും തക്കാളിയും ഒക്കെ അരിയും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് ശേഷമുള്ള ഈ സ്കൂൾ തുറന്ന സമയം എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള സമയമാണ്. വീഡിയോ എടുക്കാൻ പോലും നേരമില്ല. അപ്പം ഒരു തട്ടിക്കൂട്ട് കടലക്കറി വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ആര്യക്കുട്ടൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ പകരം ഈ രാവിലത്തെ പലഹാരം തന്നെയാണ് കഴിക്കണം. ചോറ് കൊണ്ടുപോയാൽ അത് അതുപോലെ തിരിച്ചു കൊണ്ടുവരും. അവന് എത്ര ഇഷ്ടമുള്ള കറികളുണ്ടെങ്കിലും ചോറ് കഴിക്കത്തില്ല. മീനോ മുട്ടയോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം കഴിക്കും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഭൂരിഭാഗം കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ഞാനിങ്ങനെ വാരി കൊടുക്കുമ്പോൾ ചോറ് കഴിക്കുക. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടം ഈ പലഹാരം ദോശയും ചമ്മന്തിയൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം ഇടയ്ക്ക് നമ്മളിങ്ങനെ കറികൾ മാറ്റും. കടലയും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റിയതിന് ശേഷം ഞാൻ പൊടികളിടുക. പൊടി ഇടുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് ചിക്കൻ മസാല. അപ്പോൾ ഇത്ര ഇട്ട് നല്ല വഴറ്റി പൊടി ഇട്ടതിന് ശേഷം ഞാൻ നിലക്കടല ഇടുവാണ്. നമ്മുടെ വെള്ളക്കടല ഇട്ടിട്ട് നല്ലവണ്ണം ഇനി കറി നല്ല കുറുകി എടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ സമയമില്ലായിരുന്നു. ഞാൻ പിന്നെ ഓർത്തത് തലേസമയം തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അപ്പം ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. പകരം നമ്മുടെ ഈ കടല വേവിച്ച വെള്ളം തന്നെ അതിലൊഴിച്ച് നല്ലവണ്ണം കുറുക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കുറേ കൂടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലവണ്ണം നമ്മൾ ഈ കടല വേവിച്ച വെള്ളം ഇനി ബാക്കി വരും. അത് തന്നെ ഒഴിച്ച് ആവശ്യത്തിന് മാത്രം കറി കുറുകുന്ന പരുവത്തിലാവാൻ വേണ്ടി അത്രയ്ക്ക് മാത്രമുള്ള വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കുറുക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ചെടുത്ത കടലയെല്ലാം കൂടെ ഇനി ഇതിലേക്ക് ചേർക്കുവാണ്. അപ്പോൾ ഞാൻ ഈ തട്ടിക്കൂട്ട് കടലക്കറി ഉണ്ടാക്കുന്ന കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയല്ല, കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ലതാട്ടോ. അപ്പോൾ നല്ലവണ്ണം കറി കുറുക്കിയെടുക്കുവാണ്. അത് ഞാൻ ആ വെള്ളവും ചേർത്ത് വേവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ് നല്ലവണ്ണം ആ വെള്ളവും ചേർത്തതിന് ശേഷം നല്ല തിളച്ച് വന്ന കടലക്കറിയാണ് കേട്ടോ ഇത്. അതിലേക്ക് ഞാൻ കടുക് വറുത്തൊഴിക്കുവാണ്. കടുക് വറുക്കാൻ ഞാൻ കരിവേപ്പിലയും കടുകും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. കടുക് വറുത്ത് നമ്മുടെ കടലക്കറി ഇങ്ങനെ സെറ്റായിരിക്കും കേട്ടോ. നല്ല കുറുകിയ കടലക്കറിയാണ്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എളുപ്പം രാവിലെയൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം. വെള്ളക്കടല ആകുമ്പം കുറേ കൂടെ ടേസ്റ്റാണ്. അപ്പോൾ കടലക്കറി റെഡിയായി. കഴിഞ്ഞ് ഞാൻ ദോശ ഉണ്ടാക്കി കേട്ടോ. പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി. ഇപ്പോൾ തന്നെ സമയം എനിക്ക് തോന്നുന്നു ഒരു 7:30 7:45 ആവും. ആരുട്ടൻ അവിടെ എണീറ്റ് പല്ലൊക്കെ തേച്ച്, ഇടയ്ക്ക് ഞാനും പോയി ഒന്ന് തേച്ച് കൊടുത്തായിരുന്നു. ഇപ്പോൾ റെഡിയായി കേട്ടോ. അത് കഴിഞ്ഞ് ദോശ കഴിച്ചു തുടങ്ങി, കാർട്ടൂണൊക്കെ കണ്ട് കഴിച്ചു തുടങ്ങി. ആ സമയത്ത് ഞാൻ അതിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കേട്ടോ, യൂണിഫോമൊക്കെ അയൺ ചെയ്യുവാണ്. ഇന്ന് കുറേ കൂടെ എളുപ്പം തലേദിവസം അയൺ ചെയ്ത് വെക്കുന്നതായിരിക്കും. പക്ഷേ കുറേ കൂടെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും നമ്മൾ രാവിലെ ചെയ്യുമ്പോഴാണ്. അതേ പുള്ളി പോകാൻ റെഡിയായി. അപ്പോൾ തന്നെ രണ്ടാമത്തെ ആൾ എണീറ്റ് വന്ന് ഞാൻ തനിയെ പല്ല് തേച്ചോളാം, പേറ്റ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് തനിയെ പല്ല് തേക്കുക കണ്ടോ. ഈ കരച്ചിൽ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. അതവന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു. പിന്നെ അവനെ വേഗം റെഡിയാക്കി അങ്കൻവാടിയിലേക്ക് വിടുവാണ്. കഞ്ഞിയൊക്കെ കുടിക്കാൻ ഞാൻ പറയുന്നത് നോക്കുക. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ കേട്ടോ. അത്രയും ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു എല്ലാം കൂടെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.